നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേരുടെ ചോദ്യമാണ് ദേഹരക്ഷകൾ. അത് മിക്ക ആൾക്കാരും അവരുടെ ശരീരത്തിൽ നോക്കിയാൽ അത് കാണും. അപ്പം അത് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ദേഹരക്ഷ കിട്ടിയിട്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടില്ല, എന്നാൽ ചില ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കത് ഗുണം കിട്ടാതെ വരുന്നത്? അതിനെക്കുറിച്ച് ഒരുപാട് ഇവിടെ സംശയമാണ്. വ്യക്തമായ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാം. ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ദേഹരക്ഷകൾ അത് ശക്തിയുള്ളതാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ദേഹരക്ഷ ധരിച്ച് ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ, നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറേ ആൾക്കാർക്ക് അത് കൃത്യമായി കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. പറയുന്നതല്ല, എനിക്ക് നേരിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ മുന്നിലുള്ളത്. കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിന് ചെയ്യുമ്പോൾ അത് വിദ്യാമണ്ണം ചെയ്യണം. അപ്പോൾ എന്തിനൊക്കെയാണ് ദേഹരക്ഷ ഉള്ളത്? പഠിത്തത്തിൽ പുറകിലോട്ട് നിൽക്കുന്നത്, അതായത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത കുട്ടികൾക്ക്, അതുപോലെ തന്നെ പേടി തട്ടി ശത്രുദോഷങ്ങളുള്ളവർക്ക്, അതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുള്ളവർക്ക്, രോഗങ്ങൾ വിട്ടുവിട്ടിങ്ങനെ രോഗങ്ങൾ വരുന്നവർക്ക്, അതുപോലെ തന്നെ ബിസിനസ്, കലാകാരന്മാർ, അങ്ങനെയുള്ളവർക്ക്. അതായത് നമ്മൾ മറ്റൊരാളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അവർ നമ്മളെ ഒരു ശത്രുവായി കാണരുത്, അല്ലെങ്കിൽ നമ്മളോടൊരു ഇഷ്ടമില്ലാത്ത വിധത്തിൽ പെരുമാറരുത്. നമ്മളൊരു ഓർഡർ എടുക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ ചെന്നാൽ പോലും നമുക്ക് ഓർഡർ തന്നില്ലെങ്കിൽ പോലും നമ്മൾ ഷൗട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ തീർത്തും അവഗണിക്കാതെ അടുത്ത പ്രാവശ്യം പരിഗണിക്കാം എന്ന് ഒരു അനുനയത്തിൽ പറയുന്ന വിധത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകേണ്ടത്. അങ്ങനെയൊക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള ദേഹരക്ഷകളൊക്കെ ഒരുപാട് നിലവിലുണ്ട്. അപ്പം ഏത് കാര്യമായാലും നമ്മൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തില്ലെങ്കിൽ അതിന് ഫലം കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു, അത് ഡോക്ടർ കൃത്യമായിട്ട് സമയം പറയും. ഈ സമയത്തിന് ഒന്നുകിൽ ആഹാരത്തിന് മുന്ന് അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം ഇത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കൃത്യമായി ചെയ്യണം. അവർ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. ആ സമയത്തിന് കഴിച്ചാലേ അതിന് ഫലം കിട്ടൂ. ഇല്ലെങ്കിൽ അല്ലാത്ത സമയത്തിന് കഴിച്ചാൽ, ചിലപ്പോൾ ആഹാരത്തിന് ശേഷം കഴിക്കാൻ പറയുന്നത് ആഹാരത്തിന് മുന്നേ കഴിച്ചാൽ നമുക്കത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് സകല കാര്യത്തിലും, ഈ ദേഹരക്ഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അതുപോലെ അത് ചെയ്ത് കൊടുക്കുന്നവർക്ക് വരുന്ന ചില കുഴപ്പങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ ഒരു ദേഹരക്ഷ നിർദ്ദേശിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ദേഹരക്ഷ നിർദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദേഹരക്ഷ നമ്മൾ ശരീരത്തെ ധരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലുള്ള നെഗറ്റീവുകളെ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയതിന് ശേഷം വീണ്ടും മറ്റ് നെഗറ്റീവുകൾ വരാതിരിക്കുന്നതിനുള്ള ഒരു സംരക്ഷണമാണ് ദേഹരക്ഷ എന്ന് പറയുന്നത്. ദേഹത്തെ രക്ഷിക്കുക. ഉള്ളിലുള്ളത് എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളിൽ കിടക്കവേ ഈ ദേഹരക്ഷ ധരിച്ചാൽ അതിന് ഫലം കിട്ടാറില്ല. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിപ്പോൾ ഒരു നെഗറ്റീവും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ധരിക്കാനായിട്ട്. അങ്ങനെ ധരിക്കുമ്പോൾ ഈ ദേഹരക്ഷ പിന്നെ മറ്റെന്തെങ്കിലും വന്നാൽ പോലും നമ്മളിലേക്ക് അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ദേഹരക്ഷ ധരിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്, ഈ കുഴപ്പത്തോടു കൂടി ചെല്ലുമ്പോൾ ദേഹരക്ഷ ധരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും നമുക്ക് ഫലിക്കാറില്ല. ആര് ചെയ്താലും ഫലിക്കാറില്ല. അപ്പോൾ ആദ്യം അതിനെ മാറ്റിക്കളയുന്ന കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം, ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം, ഇതെല്ലാം ഒഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദേഹരക്ഷ കൊടുത്താൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ ദോഷങ്ങൾ വരില്ല എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ദേഹരക്ഷ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ചില ആൾക്കാർ കെട്ടി 4, 5 മാസവും 1 വർഷത്തോളമായിട്ട് ഒരു ഫലവും കിട്ടുന്നില്ല, വീണ്ടും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് തുറന്നു നോക്കുമ്പോൾ കുറച്ച് ഭസ്മ കുങ്കുമം മാത്രമാണ് ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരും അങ്ങനെ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്ത ആൾക്കാരുടെ ഒരുപാട് പേരുടെ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കാര്യം ഇത് ആയിരക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. വെള്ളിക്കൂടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ചിലവ് വരുന്നതാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അത് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ശൂലിനി യന്ത്രം നമ്മൾ ചെയ്യുന്നു, ശത്രുദോഷത്തിനും അങ്ങനെയുള്ള മറ്റു പല ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ശൂലിനി യന്ത്രം ചെയ്യുന്നു. ഈ ശൂലിനി യന്ത്രം ചെയ്യുമ്പോൾ ശൂലിനി യന്ത്രം നമ്മൾ ഇതിനകത്ത് വരച്ച്, അതായത് 9 വിരൽക്കട നീളം വരുന്ന, അതായത് ഇതേ കണക്ക് 9 വിരലിന് നീളം വരുന്ന വിധത്തിലുള്ള ഒരു തകിട്
1.25 ഇഞ്ച് 1.5 ഇഞ്ച് ഉയർച്ച പൊക്കം വരുന്ന ഒരു തകിട്. അതിനുള്ളിലാണ് നമ്മൾ ആദ്യം ഈ യന്ത്രം വരയ്ക്കുന്നത്. യന്ത്രം വരച്ച് അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് പഞ്ചാക്ഷരങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച് പിന്നെ അത് പോയിട്ട് 4 ഭാഗങ്ങളായിട്ടാണ് മന്ത്രങ്ങൾ എഴുതുന്നത്. മൂലമന്ത്രം, ധ്യാനം, അങ്ങനെ എഴുതി ഏറ്റവും അവസാനം സാധ്യം കൂടെ എഴുതി ഈ യന്ത്രത്തിനകത്ത് ശൂലിനി യന്ത്രം എഴുതുകയാണെങ്കിൽ ദേവിയെ നമ്മൾ അതിനകത്ത് പ്രതിഷ്ഠ ചെയ്യും പോലെ ഈ യന്ത്രത്തിലേക്ക് ആവാഹിച്ച് ഇരുത്തി 21 നേരത്തെ പൂജ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ പൂർത്തീകരിച്ചെടുക്കുന്നത്. അപ്പം അത്രയും വലിയ ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ദേഹരക്ഷ തയ്യാറാക്കുന്നത്. അതങ്ങനെ തയ്യാറാക്കുമ്പോൾ ആ രീതിയിൽ തയ്യാറാക്കിയില്ലെങ്കിൽ ഇതിന് ഫലവും കിട്ടാറില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഈ ദേഹരക്ഷ തയ്യാറാക്കുമ്പോൾ ഒരു തകിടും കൂടിന് എത്ര രൂപ വരുന്നു, അതിൻ്റെ 5-6 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ആയിരിക്കും ചിലപ്പോൾ ഇത് തയ്യാറാക്കുന്നവർ വാങ്ങിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ ശരിയായ വിധത്തിൽ അത് തയ്യാറാക്കാൻ അത്രയേറെ ബുദ്ധിമുട്ടുണ്ട്. 21 മിക്കവാറും ഒരു ദിവസം ഒരു നേരത്തെ പൂജ വെച്ചിട്ടാണ് പലരും കൊടുക്കുന്നത്. അങ്ങനെ 21 ദിവസം ഈ ഇതിനെ ശക്തിപ്പെടുത്തുന്ന ശക്തി പൂജയ്ക്ക് വേണ്ടി മാത്രം വേണ്ടിവരും. ചിലപ്പോൾ ഈ തുടർച്ചയായിട്ടിരുന്നാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് ഇത് എഴുതി തീർക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇതിനകത്ത് നമ്മൾ ഈ പ്രതിഷ്ഠാകർമ്മം ചെയ്യും പോലെ തന്നെ ഈ യന്ത്രത്തിലേക്ക് ഈ ചൈതന്യത്തെ ആവാഹിക്കുന്ന കർമ്മം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോലും ഒരു 10-30 ദിവസത്തിന് ശേഷം മാത്രമേ അത് അത്രയും ദിവസം കൊണ്ട് മാത്രമേ ഇതിനെ പരിഹരിച്ച് ഇതിനെ പൂർത്തീകരിച്ച് നമുക്ക് എടുക്കുവാൻ സാധിക്കുള്ളൂ. അതായത് ഒരു 30 ദിവസം കൊണ്ട് ഒരു യന്ത്രമൊന്നല്ല, ഒരു 30 ദിവസം കൊണ്ട് ഒരേ സമയം നമുക്ക് 100-200 യന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് പൂജിച്ചെടുക്കാം. പക്ഷെ ഒരാൾക്കിത് തയ്യാറാക്കി കൊടുക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 30 ദിവസം 1 മാസമെങ്കിലും സമയമെടുക്കും. അങ്ങനെ എടുത്ത് ചെയ്ത് കൊടുക്കുന്ന കൃത്യമായി നമ്മുടെ കൃഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുഷ്ഠിച്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ അങ്ങനെ ചെയ്തെടുക്കുന്ന ഈ പറഞ്ഞ ദേഹരക്ഷകൾക്ക് ശക്തിയുണ്ട്. പക്ഷെ അത് നമ്മുടെ ശരീരത്തെ ധരിക്കുന്നതിന് മുമ്പ് നമുക്ക് നിലനിൽക്കുന്ന ദോഷങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ശരീരത്തെ ധരിച്ചാൽ തീർച്ചയായും പിന്നീട് ഒരിക്കലും നമുക്ക് ഇതുപോലുള്ള ദോഷങ്ങൾ വരില്ല. ഒരു ദേഹരക്ഷ ഒരിക്കൽ നമ്മൾ ഒരു കാര്യത്തിന് ധരിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അപകടം വരില്ല അല്ലെങ്കിൽ മറ്റു ദോഷങ്ങൾ വരില്ല എന്ന് ചിന്തിക്കരുത്. ദേഹരക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം വിദ്യാഭ്യാസം അതിൽ പുറകിലോട്ട് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ശത്രുദോഷങ്ങളാണ്. ഇപ്പം ശത്രുദോഷമുള്ള ഒരാൾക്ക് നമ്മൾ ദേഹരക്ഷ കെട്ടിക്കൊടുത്താൽ അയാൾക്ക് ഏതെങ്കിലും ഒരു വാഹന അപകടം വന്നുപോയാൽ ഇതിൻ്റെ കുറവാണെന്നൊന്നും ചിന്തിക്കണ്ട. ശത്രുദോഷം അയാൾക്ക് വരില്ല. അയാളുടെ അശ്രദ്ധ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ എന്തെങ്കിലും അപകടം വന്നാൽ അതും ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കുന്നത്. അങ്ങനെയും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ അത് ശക്തിയുള്ളത് തന്നെയാണ്. അത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് ധരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അത് ധരിക്കുന്നതിന് ഞാൻ തുടക്കം പറഞ്ഞതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫലവത്തായ രീതിയിൽ ദേഹരക്ഷ ചെയ്ത് നമ്മൾ ശരീരത്തിൽ ധരിച്ചാൽ അത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഭൂമിയൊക്കെ ഞങ്ങൾ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതിനെ പരിശോധിച്ച് പരിഹരിക്കുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്നറിയാം. അപ്പോൾ ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട്. അത് തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ മാത്രം നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.